നമസ്കാരം. വീണ്ടും മുഹമ്മദ് ദീപക് ഇഫക്റ്റ് ഒരു വാർത്തയുടെ തലക്കെട്ടാണ്. അങ്ങനെ ഒരു തലക്കെട്ട് കണ്ടപ്പോൾ ഞാൻ ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു. യു പിയിലെ വാരണാസിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം, യു പിയിലെ വാരണാസിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിന് സമീപം അല്ലെങ്കിൽ ഈ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്ന ചില ഇറച്ചിക്കടകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തുന്നു. ആട്ടിറച്ചിക്കടയാണ്, ആട്ടിറച്ചി ചന്ത എന്നൊക്കെയാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞത്. ഈ ചന്ത പൂട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിഭാഗം ആളുകൾ എത്തിയത്. എന്തായാലും ഞങ്ങൾ കോർപ്പറേഷന്റെ ആളുകളാണ്, ഉടൻ തന്നെ ഈ ചന്ത പൂട്ടണം, ഈ ചന്ത ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ എത്തി. ഈ വന്ന ആളുകളോട് നിങ്ങളുടെ ID കാർഡ് എവിടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം യു പിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണിച്ചു, അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണിച്ചു. അങ്ങനെ ധൈര്യപൂർവ്വം അവർ ഇടപെട്ടത്, ഈ സംഘപരിവാരങ്ങളെ ചോദ്യം ചെയ്തത് മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്, ഊർജം ഉൾക്കൊണ്ടാണ് എന്നതാണ് ആ വാർത്തയുടെ ചുരുക്കം. അതൊരു പരിധിവരെ സത്യമാണ്. ഈ ജനുവരി 26-നാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്ന് വയോധികനായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ഒരു വയോധികനെ ഇവിടെ മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തിയത്. ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, വയോധികനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുഹമ്മദ് ദീപക് മുന്നിൽ നിന്നത്. അതിന്റെ ഭാഗമായി മുഹമ്മദ് ദീപക്കിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. മുഹമ്മദ് ദീപക്കിന്റെ തലക്ക് 5.5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് ദീപക്കിന്റെ ജിമ്മിൽ ആരും പോകരുത് എന്ന് പറയുന്നു. പലരും പേടിച്ച് വിറച്ച് ഭയന്ന് ഇവിടെ ഈ ജിമ്മിൽ പോകാതിരിക്കുന്നു. എന്തെങ്കിലും ആപത്തുണ്ടാകുമോ, ആരെങ്കിലും വന്ന് ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് പോകാതിരുന്നത്. എന്നാലും ഇവിടെ ആ ഒരു അവസ്ഥയൊക്കെ ഇവിടെ മുഹമ്മദ് ദീപക് മറികടന്നു. മുഹമ്മദ് ദീപക്കിനെ സഹായിക്കുന്നതിന് വേണ്ടി വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ രംഗത്തെത്തി. ആദ്യം മുഹമ്മദ് ദീപക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊണ്ടുപോയത് മലയാളിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം, അദ്ദേഹം കാണിച്ചത് തീർച്ചയായും അതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലിനെ തുടർന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന 25ഓളം അഭിഭാഷകർ ഇവിടെ 10,000 രൂപ വെച്ച് കൊടുത്ത് മുഹമ്മദ് ദീപക്കിന്റെ ജിമ്മിൽ അംഗത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല എല്ലാവിധ നിയമപരമായിട്ടുള്ള എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾ കൊടുക്കും, എല്ലാവിധ നിയമസഹായങ്ങളും കൊടുക്കും എന്നവർ പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഏവരും മുഹമ്മദ് ദീപക്കിനെ മാതൃകയാക്കാൻ ശ്രമിക്കുകയാണ്. മുഹമ്മദ് ദീപക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ധീരന്മാരൊരിക്കലും മരിക്കില്ല, അവരെല്ലാവരും എല്ലാ കാലത്തും ഓർത്തുകൊണ്ടേയിരിക്കും, അവരെ മാതൃകയാക്കാൻ ഏവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന ഒരു കൃത്യമായ ഒരു മെസ്സേജ് ഇവിടെ യു പിയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ സംഘപരിവാർ പ്രവർത്തകരാണ് ഇവിടെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് ആട്ടിറച്ചി കട അടപ്പിക്കാൻ വേണ്ടി പോയത്. പോലീസ് പറയുന്നത് ഈ കടകളൊക്കെ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമാണ്, ഇത് നിയമവിരുദ്ധമായിട്ടല്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവിടെ ഈ കടകൾ അടപ്പിക്കുന്നതിന് വേണ്ടി ചെന്ന സംഘപരിവാർ പ്രവർത്തകരെ നാട്ടുകാർ സംഘടിച്ച് അവർ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടെ ഈ സംഘപരിവാർ പ്രവർത്തകർ കിട്ടിയ വഴിക്ക് ഓടി രക്ഷപ്പെട്ടു എന്നതാണ് ഈ വാർത്ത. മുഹമ്മദ് ദീപക് ഇഫക്റ്റ് ചെറിയ ഒരു ഇഫക്റ്റ് അല്ല. മുഹമ്മദ് ദീപക് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ആ ധീരനെ മാതൃകയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ യു പിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുകയാണ്. ധൈര്യപൂർവ്വം എത്ര വലിയവൻ വന്നാലും നേരിടും എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും യു പിയിൽ നിന്നും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല വാർത്ത ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജനുവരി 26 നല്ലൊരു വാർത്ത കണ്ടു. അതിനുശേഷം ഇപ്പോൾ മുഹമ്മദ് ദീപക് മാരാവാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തരും. ഞങ്ങളൊക്കെ മുഹമ്മദ് ദീപക്കാണ്, ഞങ്ങൾക്കും ഇങ്ങനെ നിന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.